നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ, നമ്മളൊക്കെ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ, നമ്മൾ സ്വർഗത്തിലാവുമ്മ. ഒന്ന് യാത്രയാക്കുമോ, ഒന്ന് ചിരിക്കുമ്മ. ഉമ്മാന്റെ ചിരി കണ്ടിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പറന്നു പോകട്ടെ. 7 മാസം പ്രായമുള്ള പൊന്നുപോര് പറയുമ്പോ മാസത്തെ ബീവി പിന്നെയും നിന്ന് കരയുകയാ. പൊന്നുമോരുള്ള സ്നേഹത്തിന്റെ പേരിൽ കരയുകയാ. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്ന ഉമ്മ, ദുനിയാവിലെത്തി സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയും ഉമ്മ. പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാനുള്ള കഴിവ് നമുക്കില്ല ഉമ്മ. ഈ തിളച്ചുമറിയുന്ന എണ്ണയുടെ താഴെയാ സ്വർഗമിരിക്കുന്നത്. പറയേണ്ട താമസമുണ്ടല്ലോ. കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് ഓടി വന്ന് പൊന്നുപോരെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് 7 മാസം പ്രായമുള്ള പൊന്നാര മകനെയും യാത്രയാക്കുകയാ. 3 മക്കളും മരിച്ചു. മാസത്തെ ബീവി ഇങ്ങനെ നിൽക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ ഇറങ്ങി വരികയാണ്. ഫിർഔൻ ഇറങ്ങി വരികയാ. എന്നിട്ട് തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിനോട് പറഞ്ഞു, മാസിത്ത തോറ്റുപോയി മാസിത്ത, നിന്റെ ഈമാനിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് തോറ്റുപോയി മാസിത്ത. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ഞാനാണടോ റബ്ബെന്ന് പറഞ്ഞ, ഈ ലോകത്തിന്റെ അധിപൻ ഞാനാണെന്ന് പറഞ്ഞ ഫിർഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരി പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അതേ രക്തമാണ് നിന്റെ ശരീരത്തുകൂടെ ഓടുന്നത്, അതേ രക്തമാണ് നിന്റെ നരമ്പിലൂടെ ഓടുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനെന്ന് വിളിക്കുമ്പോ അല്ലാഹനെ മറക്കാൻ എങ്ങനെ കഴിയുന്ന മോള്? 5 നേരം നിസ്കരിച്ചവളല്ലേ, ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ ഓതിയവളല്ലേ, മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹ് എന്ന് വിളിച്ചവളല്ലേ, എങ്ങനെ കഴിയുന്നടി, എങ്ങനെ കഴിയുന്ന പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാവോരേ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാവോരേ, ഒരിക്കൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടതാ ചെറുപ്പക്കാരാ. അങ്ങനെയാകണം പെങ്ങള്. മാഷിത്ത ബീവിയോട് ഫിർഔൻ ചോദിച്ചു, മാസിത്ത, എനിക്ക് നിന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാ, നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാ, അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ, വല്ല ആഗ്രഹവുമുണ്ടോ? ജിബ്രീൽ പറയുന്ന, യാ റസൂലല്ലാഹ്, ആ സമയത്ത് മാഷിത്ത ബീവി പറഞ്ഞു, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്. എന്തേ എന്റെ ആഗ്രഹമെന്നറിയുമോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ, എന്നെ കുഴിച്ചിടുന്ന അരേ കുഴിക്കകത്ത് ഈ കിടക്കുന്ന 3 മക്കളെയും എന്റെ കൂടെ തന്നെ ഒന്ന് കബറടക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ഉമ്മയുടെയും മക്കളുടെയും ഖബറാ നബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തല്ലേ. അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചിറപ്പിന്റെ പുറംകാലുകൊണ്ട് തട്ടികെട്ട് കറങ്ങിപ്പോകല്ലേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമ്മളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ, നമ്മളൊക്കെ അല്ലാഹനെ കുറിച്ച് ജീവിക്കുന്നവരാ, പടച്ചിറപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് പൊന്നുമോരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ പടച്ചിറപ്പ് ഒരു ഭാര്യയും ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ, പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഖുറൈശികളുടെ ആണിനെയും പെണ്ണിനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. ആരെയും അറിയുമോ? മഹ്ദി സുമയ്യ